ഞാനില്ല ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു, എല്ലാവരും കാണുന്ന പോലെ കാണുന്നു. ഈ ജാസി ആസി എന്ന് പറഞ്ഞിട്ട് രണ്ടാളിന്റെ ഓരോ വീഡിയോസ് ഇല്ല, ഞാൻ കാണാനോ കാണുന്നു, ജസ്റ്റ് ഇങ്ങനെ കാണുമോ, ലൈക്ക് അടിക്കാനോ കമന്റ് ഇടാനോ ഇരിക്കൊന്നും ഞാൻ പോകാറില്ല. ഈ ജാസി ആസി ഭയങ്കര എന്താ പറയുക, ഒരു രണ്ടാള് ഭയങ്കര ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ രണ്ട് വേർതിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിരുന്നു, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ എനിക്കൊന്നും പറയാനില്ല, അഭിപ്രായം പറയാനില്ല. അവന്റെ ആ പെണ്ണ് വേഷം കെട്ടുന്നത് അവൻ്റെ അതിപ്പോ ഞമ്മ യോജിപ്പൊന്നുമില്ലായിരിക്കുന്നത്, അവന്റെ ഇഷ്ടം അവൻ്റെ ഇത് ഓക്കെ, അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞമ്മ കൈയെടുത്താനൊന്നുമില്ല, അവന്റെ ഇഷ്ടം എന്ത് വേണമെങ്കിൽ അവൻ ജീവിക്കട്ടെ, അതല്ല. ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു, അവൻ്റെ കാണാത്ത ആളാണ് ഞാൻ അവന്റെ വീഡിയോ, പക്ഷെ ഇന്ന് കണ്ടു. ഒരു സ്ക്രീനിലില്ലേ 5 കഥാപാത്രം, ഈ 5 കഥാപാത്രം ഇല്ലേ, 5 കഥാപാത്രം 5 ആളായിട്ടാണ് അഭിനയിച്ച് കാണിച്ചത്. സെല്യൂട്ട് ജാസിന്, നിനക്ക് നീ പെണ്ണായിട്ട് ഞാൻ നിന്നെ കാണുന്നില്ല, ആണായിട്ടാണ്, സെല്യൂട്ട് ഇടാ. പിന്നെ ഇല്ലേ നീ പുലിയ സംഭവം കലക്കി. ഊരസിന്റെ കഥാപാത്രം ഇല്ലേ പറയണ്ട, സംഭവം ഒരു 1.5. അതുപോലെ തന്നെ നീ പകർത്തി വെച്ചിന്. പക്ഷെ ആ വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് അടിച്ചിന്. ഞാൻ അടക്കം എന്റെ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത് നിന്നെ കണ്ടതിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് കമന്റും ലൈക്കും നിന്റെ ഒറ്റ ഒരു വീഡിയോ ഒക്കെയാണ് എന്റെ ലൈക്കും കമന്റും ഉള്ളത്. നീ വേണം കണ്ടോ ആ വീഡിയോ. ഞാൻ ജനങ്ങൾക്കില്ല, എന്റെ ഈ വാക്ക് പറഞ്ഞ മനുഷ്യന്മാർക്ക് മനസ്സിലാണ് എല്ലാവരും, അവർക്ക് ഞാൻ സമർപ്പിക്കുന്ന ഈ വീഡിയോ കണ്ടു നോക്കും. എന്നിട്ട് നിങ്ങളില്ലേ അഭിപ്രായം എന്റെ കമന്റ്സിൽ പറയണം, അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഞാൻ കണ്ടു ഭയങ്കര സംഭവമായി, ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ പറയാം ജാസി, ഇക്കാര്യത്തിൽ മാത്രം എനിക്കൊരു സല്യൂട്ട്. എവർക്കെന്താ പ്ലേറ്റ് വെക്കാത്തത്? പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല, എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക, മര്യാദയ്ക്ക് അവർക്ക് ചോറ് വിളമ്പിടി. പ്രദീപിന് ചോറ് കൊടുക്കാൻ മനസ്സില്ലേ ഇവിടെ? അമ്മ വെറുതെ എന്നോട് വഴക്കൂടണ്ട. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ, വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. അയ്യേ, അച്ഛന്റെ പേരിങ്ങനെ പരസ്യമായിട്ട് വിളിക്കാമോ? പ്രസാദേ, അവളെ പറഞ്ഞാലേ അവനെ ഇഷ്ടപ്പെടത്തില്ല. രാത്രിയിൽ ചേട്ടന്റെ ഭാര്യ ഉച്ചമയക്കത്തിന് അനുജന്റെ കാമുകയല്ലേ അവള്. എന്താ നീ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ അമ്മ കൊതിയുന്നുണയും പറയാൻ അയൽപക്കം നിരങ്ങാൻ പോകും. ഞാനാണെങ്കിൽ കഥ അടച്ച് മുറിയിലും. പിന്നെ ഇവിടെ ആരും പേടിക്കണ്ടല്ലോ, വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? അവളുടെ ഒരു പതിവ്രത ചമയില് കാണിച്ചു തരാം നിന്നെ. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത്? കുടുംബം മുടിഞ്ഞു പോവാൻ ഇനി വല്ലതും വേണോ?